അസ്സലാമു അലൈക്കും പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ ഈ ഒരു വോയിസ് കേൾക്കുക. ഞാൻ രമണി കല്ലുവാതുക്കല്. ഞാൻ ഈ ഗ്രൂപ്പിൽ കുറച്ച് നാളായിട്ടുണ്ട്. ഞാൻ എന്നെ കൊണ്ട് ഒക്കുന്ന കഴിവിൻ്റെ പരമാവധി ഞാൻ ഇതുവരെ സഹായിച്ചിട്ടുണ്ട്. ഇതുവരെ വന്നവർക്കല്ല. ഇപ്പം നടക്കുന്ന ആൾക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് സഹായിക്കാൻ പറ്റാതെ വന്നത്. ഞാനും ഒരു രോഗിയാണ്. എനിക്ക് 4ഓളം സർജറി, മുഴ മാത്രം എടുത്തു 4 പ്രാവശ്യത്തോളം എടുത്തിട്ട് വീണ്ടും വളരുന്നത് കാരണം ഇപ്പോൾ യൂട്രസും ഓവറിയും എല്ലാം റിമൂവ് ചെയ്ത്, അല്ലാതെ ഹെർണിയുടെ സർജറി ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് ആകെ ശരീരത്തിന് ഒരു ഇതും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ. എനിക്ക് വേറൊരു ജോലിക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ. എന്നിട്ട് ഞാൻ വീട്ടിൻ്റെ അടുത്തൊരു വീട്ടിൽ 2 പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കാനും പോകാനും വരുമായിരുന്നു. ഇനിയിപ്പം സ്കൂൾ തുറക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഹസ്ബൻഡിന് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഒരു കൈയും കാലും തളർച്ച പോലെ വന്ന് ഇവിടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പം സ്ട്രോക്കാണെന്ന് പറഞ്ഞ്, കഴിഞ്ഞ ഒരു 14 വർഷം മുമ്പ് ഒരു കൈക്ക് ചെറിയ തളർച്ച പോലെ സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് മാറി. ഇപ്പം വന്നത് ഒരു സൈഡാണ്, കൈക്കും കാലിനുമായിട്ടാണ് വന്നത്. ഇപ്പം ഇവിടെ എല്ലാം ECG സ്കാനിങ്ങും, ഇന്നലെ ഒരു സ്കാന് ആൻജിയോഗ്രാം ചെയ്ത് അതിൻ്റെ അകത്ത് റിസൾട്ട് ഇന്ന് രാവിലെ 9 മണിക്കാണ് കിട്ടിയപ്പോൾ അതിനകത്ത് നമ്മളെ 3 രക്തക്കുഴലുകൾ, തലച്ചോറിൽ നിന്ന് താഴോട്ടുള്ള രക്തക്കുഴലിൽ ഒരെണ്ണം കംപ്ലീറ്റ് ക്ലോട്ടായി അടഞ്ഞിരിക്കുക. അതിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ചിത്രയിൽ വിടണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചിത്രയിൽ ചെന്നാലും സർജറി ചെയ്യാൻ പറ്റുമോ അതോ സ്റ്റെൻറ്റ് ഇടാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പം ഇവിടുത്തെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഇവിടുന്ന്. എനിക്ക് ഗ്രൂപ്പിൽ വന്ന് വോയിസ് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇത്രയും നേരം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഇനി എന്നെ എല്ലാവരും കഴിവിൻ്റെ പരമാവധി സഹായിക്കണം. ഹോസ്പിറ്റലിൽ ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ്. ശ്രീ ചിത്ര മെഡിക്കലിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ 2-ാം തീയതി മിക്കവാറും ഒരു സർജറി. നമ്മുടെ മുഹമ്മദ് ബായി സഹായിച്ചു, റസാഖ് ബായി സഹായിച്ചു. മാഷാ അല്ലാ, ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ട് വരുന്നത്. ആൽഫിയ സഹായിച്ചു. ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ട് വരുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, സഹായിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതുപോലെ ആളുകൾക്ക് നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയട്ടെ. കാണാൻ സാധ്യതയുണ്ട്. ഒരു 22-ാം തീയതിക്ക് വേറൊരു ടെസ്റ്റും കൂടി വെച്ചേക്കുന്നു. ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ചെയ്ത് ആൻജിയോയുടെ CD വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. ഇനി അതിനായിട്ട് ഇനി പാരിപ്പള്ളിയിൽ പോകണം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അറിയാലോ നിങ്ങൾക്ക്, ഇതുപോലെയുള്ള രോഗം വന്ന് പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം തന്നെ വലിയ പ്രതിസന്ധിയിലായി പോവും. എന്തായാലും നമ്മുടെ ഗ്രൂപ്പിൽ ഇവർ തുടർന്ന് സഹായിക്കുന്നതുകൊണ്ട് മാഷാ അല്ലാ ഇവർക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ കയറി സെലക്ട് ചെയ്ത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്രിയ സുഹൃത്തുക്കളെ.